ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പുതുതായിട്ട് പഠിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ബേസിക്സ് ആണ്. അതായത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർക്കൊക്കെ പഠിക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ പഠിക്കണം, ഓക്കെ, പിന്നീട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് എങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെയോ അതല്ലാന്നുണ്ടെങ്കിൽ സർവീസിനെയോ നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നമ്മളുടെ ഒരു കസ്റ്റമറോട്ട് എത്തിക്കുന്ന ഒരു ആക്ടിവിറ്റിക്കാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ആഡ് നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു എക്സാമ്പിൾസാണ്. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർക്കൊക്കെ പഠിക്കാം? മാർക്കറ്റിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും പഠിക്കാവുന്നൊരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഡിഗ്രിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ സ്കിൽസോ ഒന്നും നമുക്ക് വേണ്ട. ബേസിക്കായിട്ട് ഒരു ലാപ്ടോപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പൊക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് ഇപ്പം ഒരു ഡിഗ്രി ഉള്ള ഒരാളാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു +2 കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതിന് ശേഷം നമ്മളൊരു ജോബിന് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് എന്താണ് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ, എന്താണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ സർട്ടിഫിക്കേഷൻസും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പ്രാക്ടിക്കലി ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് വിത്ത് എന്താണ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ട്. അപ്പം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആർക്കും എന്താണ് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കേണ്ട ഒരു കോഴ്സാണ്. ഇത് ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ തിയറി പഠിക്കുന്ന ഒരു രീതിയല്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ അറിയണം. ഫോർ എക്സാമ്പിൾ, ഗൂഗിൾ ആഡ്. ഇപ്പം നമ്മൾ ഗൂഗിൾ ആഡിനകത്ത് എങ്ങനെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണം, എന്താണ് ഗൂഗിൾ ആഡെന്ന് മാത്രം പഠിക്കാതെ ഒരു വെബ്സൈറ്റോ ഒരു ലാൻഡിംഗ് പേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഒരു പ്രാക്ടിക്കലി എങ്ങനെ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാം, ഓക്കെ, പിന്നീട് എങ്ങനെ അതിൻ്റെ ഒരു ലീഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെയിൽസ് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഒരു ക്യാമ്പയിൻ നമ്മൾ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം, അതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു തിയറിക്ക് വേണ്ടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയോ മാത്രം പഠിക്കുന്ന ഒരു കോഴ്സല്ല. നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ പഠിക്കുന്ന ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ അപ്പം നിങ്ങളിപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പം നിങ്ങളോട് നോക്കേണ്ടത്, ഓക്കെ, നമ്മൾ ഏത് അക്കാഡമിയിലാണോ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത് അവിടെ നമുക്ക് പല കാര്യങ്ങളും പ്രാക്ടിക്കലി നമുക്ക് പഠിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മളെന്താണ് മേക്ക് ഷുവർ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ജസ്റ്റ് ഒരു തിയറി മാത്രം പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് നമുക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടിക്കലി പഠിച്ചെടുക്കേണ്ട ഒരു കോഴ്സ് തന്നെയാണ്. പിന്നീട് മിക്കവർക്കുള്ളൊരു ഡൗട്ടാണ്, ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു, അപ്പം നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടുമോ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആരും നമുക്ക് ജോബ് തരത്തില്ല. ഓക്കെ, നമുക്കവിടെ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് നമുക്ക് പ്രാക്ടിക്കലി പല കാര്യങ്ങളും ചെയ്യാൻ അറിയാം. ഓക്കെ, അതായത് എന്താണ് ആ ഒരു കമ്പനി നമ്മളെ വിശ്വസിച്ച് നമ്മളെ ജോബിന് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു സെയിൽസും അവരുടെ ഒരു ബ്രാൻഡിങ് അവരുടെ ഒരു മാർക്കറ്റിംഗ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ അവർ ഹയർ ചെയ്യത്തുള്ളൂ. അതല്ലാതെ ജസ്റ്റ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് കരുതി നമ്മളെ ജോബിന് എടുക്കത്തില്ല. പിന്നീട് പലരും ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു കരിയർ ചൂസ് ചെയ്യാനുള്ളൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എവിടെ ഇരുന്നു കൊണ്ടും ഈ ഒരു ജോബ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ലാപ്ടോപ്പും ഒരു ഫ്രീ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതാണ് എവിടെ ഇരുന്നും ഈ ഒരു ജോബ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം അതിൻ്റെ കൂടെ വരുന്നതാണ് ഒരു ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റി. ഇപ്പം മിക്ക ആൾക്കാരും എസ്പെഷ്യലി ലേഡീസൊക്കെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കോഴ്സ് എടുക്കാനുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫാമിലിയെ ബാലൻസ് ചെയ്തുകൊണ്ട് അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു ജോബ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് ഉടൻ തന്നെ ഒരു ഫ്രീലാൻസിങ് കരിയർ നമ്മൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മൾ ഫിസിക്കലി ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയി അവിടെ ഇരുന്ന് 1-2 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് നേടിയതിന് ശേഷം മാത്രം നമ്മൾ ഒരു ഫ്രീലാൻസിങ് വർക്കൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പം ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് എല്ലാ സ്കിൽസും കിട്ടണമെന്നില്ല. നമ്മൾ ചില സമയത്താണ് നമ്മളിപ്പം ഓക്കെ, ഞാനിപ്പം ഗൂഗിൾ ആണെങ്കിൽ പ്രാക്ടിക്കലി ഞാൻ പഠിച്ചു, പക്ഷേ ഞാൻ ചിലപ്പോൾ ഒരു കമ്പനിയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും എനിക്ക് കുറേ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിറങ്ങി ഉടനെ തന്നെ ഒരു ഫ്രീലാൻസിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യാതെ ഒരു ജോബിന് ട്രൈ ചെയ്ത് ജോബിന് കയറിയതിന് ശേഷം മാത്രം പിന്നീട് 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു ഫ്രീലാൻസിങ് കരിയറൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി.
പിന്നീട് മിക്കവർക്കുള്ളൊരു ഡൗട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്നുള്ളത്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിലബസ്. ഇപ്പം എല്ലാ ഇൻഡസ്ട്രിയിലും പോലെ തന്നെ AI ടൂൾസൊക്കെ കൂടുതലായിട്ടും നമ്മൾ മാർക്കറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു 4-5 വർഷം മുമ്പുള്ള സിലബസ് ചൂസ് ചെയ്യാതെ വളരെ അപ്ഡേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന സിലബസ് നമ്മളെടുത്ത് പഠിച്ചാൽ മതി. ഓക്കെ. പിന്നെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു സിലബസിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഒരു എക്സൽ ഷീറ്റിനകത്ത് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിരിക്കുക, എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യേണ്ട കുറച്ച് സിലബസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ പെർഫോമൻസ് മാർക്കറ്റിംഗ്. ഓക്കെ. നമ്മളെ ഗൂഗിൾ ആഡ് ക്യാമ്പെയിൻസ്, നമ്മളുടെ മെറ്റ ആഡ് ക്യാമ്പെയിൻസ്, ലിങ്ക്ഡിൻ ക്യാമ്പെയിൻസ്. ഓക്കെ. പിന്നെ അനലിറ്റിക്സിലൂടെ വരുന്ന സമയത്ത് ഗൂഗിൾ അനലിറ്റിക്സ്, പിന്നെ SEO, അതായത് ഓർഗാനിക്കായിട്ട് എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റ് എങ്ങനെ ഗൂഗിളിൻ്റെ ഫസ്റ്റ് പേജ് റാങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ട്രാഫിക്കും ലീഡ്സൊക്കെ കൂട്ടാമെന്നുള്ളത്. പിന്നീട് നമ്മളെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഓർഗാനിക്കായിട്ട് എങ്ങനെ നമ്മളുടെ ഒരു ബ്രാൻഡിനെ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ബിൽഡ് ചെയ്യാം. പിന്നീട് ഇമെയിൽ മാർക്കറ്റിംഗ്, പിന്നെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻസ്, പിന്നെ AI ടൂൾസ്. ഓക്കെ. ഇപ്പം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ പുതിയ സിലബസാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. അതല്ലാതെ 5-6 വർഷം മുമ്പുള്ള സിലബസ് നമ്മൾ ഒരിക്കലും ഇനി പഠിക്കാൻ പോകുന്ന ആൾക്കാരെന്താണ് ഇനി ഒരിക്കലും അതൊന്നും ചൂസ് ചെയ്യരുത്. ഇപ്പോൾ നമ്മളൊരു അക്കാഡമി ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോകുന്നതിന് മുന്നേ അവരുടെ സിലബസ് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ. എന്നിട്ട് മാത്രം നമ്മൾ അവിടെ ജോയിൻ ചെയ്താൽ മതി. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ ആയിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞ് നമുക്ക് പ്രാക്ടിക്കലി മിക്ക കാര്യങ്ങളും ചെയ്യാൻ അറിയാം, നമുക്ക് സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കമ്പനി ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ജോയിൻ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടായിരിക്കാം. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാലറി നമ്മളൊരു ഫസ്റ്റ് ജോബിൽ കിട്ടണമെന്നില്ല. ഓക്കെ. നമ്മളവിടെ വർക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ 1-2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു നെക്സ്റ്റ് ഒരു കമ്പനിയിലോട്ട് പോകുന്ന സമയത്തായിരിക്കും നമുക്ക് ഒരു ബെറ്റർ സാലറീസ് ഒക്കെ കിട്ടുന്നത്. ഇപ്പം നമ്മളെ കേരളത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പല കമ്പനീസിലും ഒരു ബേസിക് സാലറീസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്തൊരു പ്രഷർക്കൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പം കേരളത്തിൽ ജോബ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഒരു അബ്രോഡ് പോകണമെന്ന് കരുതുക. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നാട്ടിലൊക്കെ ഒരു വർഷം അല്ലെങ്കിൽ മാക്സിമം ഒരു 2 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് പുറത്തോട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും ഒരു GCC കൺട്രീസ്, ഇപ്പം ദുബായോ അല്ലെങ്കിൽ ഖത്തറിലോട്ടൊക്കെ പോകുന്നതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ബെറ്റർ. അപ്പം ദുബായിലോട്ടൊക്കെ വരുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് നാട്ടിലൊരു മിനിമം ഒരു 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് പെട്ടെന്ന് ജോബ് കിട്ടാനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാലറി കിട്ടാനും നമുക്കൊരു മിനിമം ഒരു 1 ഇയർ എക്സ്പീരിയൻസെങ്കിലും നമുക്ക് വേണം. പിന്നീട് ഈ ഒരു പ്രൊഫഷൻ്റെ നമ്മൾ ദുബായിലൊക്കെ കിട്ടുന്ന ഒരു സാലറീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു ഫ്രഷറായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു മിനിമം ഒരു 3,500 ടു ഒരു 5,000 ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇൻ ദിറംസിൽ. പിന്നീട് ഇപ്പോൾ നമ്മൾ ഒരു കമ്പനി നമ്മൾ ജോയിൻ ചെയ്തു, അവിടെ നമ്മളിപ്പോൾ ഒരു 2 വർഷമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു നെക്സ്റ്റ് കമ്പനിയിട്ട് പോകുന്ന സമയം നമുക്ക് ഇതിനേക്കാളും ഒരു ബെറ്റർ സാലറി നമുക്ക് കിട്ടും. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ ഇൻഡസ്ട്രിയിലും പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വലിയ സാലറീസ് ഒന്നും കിട്ടുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. പക്ഷേ നമ്മളിപ്പം ഒരു കമ്പനി ജോയിൻ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനുള്ള വേറെയും കുറേ സ്കിൽസ് നമ്മൾ പഠിച്ചെടുത്ത് നമ്മുടെ സ്കിൽസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്കൊരു ബെറ്റർ സാലറീസും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയറൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതിന് ശേഷം ഒരു ജോബിലോട്ട് കയറുന്ന സമയത്ത് ഫസ്റ്റിലെ തന്നെ നമ്മൾ ഒരു സാലറീസിനെ ഒരു സാലറിയെക്കുറിച്ച് വളരെ ബോധറാവാതെ ജോയിൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഒരു ലേണിംഗ് ആയിട്ട് മാത്രം എടുത്താൽ മതി. നമ്മളവിടെ ഒരു കമ്പനി നമ്മൾ ജോയിൻ ചെയ്തു, മാക്സിമം ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം നമ്മൾ വർക്ക് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഒരു ഡ്രീം കമ്പനിയിലോട്ട് നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ അവിടെ ഒരു ജോബിന് കയറുന്ന രീതിയിൽ മാത്രം നമ്മളിത് കണ്ടാൽ മതി. അതല്ലാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ഉടൻ തന്നെ നമുക്ക് ഒരു ബെറ്റർ സാലറി അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു വലിയൊരു സാലറി ഒന്നും നമുക്ക് ആരും തരത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു പേഷ്യൻസ് വേണം ഈ സ്കിൽസൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വേറെ എന്ത് ഇൻഡസ്ട്രീസിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രൊഫഷനല്ല. പല കാര്യങ്ങളും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മളിപ്പം ഒരു അക്കൗണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ കോളേജിൽ പഠിക്കുന്ന പല കാര്യങ്ങൾ തന്നെയാണ് കമ്പനീസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്ന സമയത്ത് അവിടെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സമയത്തും ഇങ്ങനെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പല സമയം ഇങ്ങനെ പല സ്കിൽസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, എങ്കിലും മാത്രമേ നമുക്കൊരു ബെറ്റർ കരിയർ നമുക്കിതിന് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പം നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ഇതായിരിക്കണം. ഓക്കെ, ആദ്യത്തെ 1-2 വർഷം നമ്മളെന്താണ്, നമ്മൾ ഇതിന് വേണ്ടി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന് ശേഷം മാത്രം നമ്മളെന്താണ് ഒരു ബെറ്റർ സാലറി അല്ലെങ്കിൽ വലിയൊരു സാലറി നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.